പോലുള്ള ആളുകൾക്ക് വരം കൊടുത്ത് തന്നെ തീരണം. അതുകൊണ്ട് പിന്നെ എന്താ നിനക്ക് വരം വേണമെങ്കിൽ എന്താ വേണ്ടതെന്ന് ചോദിച്ചോളൂ. അങ്ങനെയെങ്കിൽ എനിക്കൊരു വരം വേണമെന്ന് പറഞ്ഞു. എന്താണെന്നറിയാം, എൻ്റെ അച്ഛനല്ലേ പിന്നെ ഹിരണ്യകശിപു അങ്ങ് ഒരുപാട് നിന്ദിച്ചില്ലേ ദേവന്മാരെയും ബ്രാഹ്മണരെയും വേദങ്ങളെയൊക്കെ. അപ്പോൾ എത്ര വലിയ നരകത്തിലായിരിക്കുമ്പോൾ അച്ഛന് പാപം ഉണ്ടാവല്ലേന്ന്. ആവൂ എൻ്റെ പ്രഹ്ലാദ, നീ അച്ഛൻ്റെ പുത്രനായി ജനിച്ചപ്പോൾ തന്നെ അച്ഛൻ്റെ പാപമൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, പിന്നെ നീ ഒരാൾ കാരണം നിൻ്റെ കുടുംബത്തിൽ 3 തലമുറ പിന്നെ ഒത്തിരി സപ്തമി 21 തലമുറ മേലോട്ടും താഴോട്ടുള്ള ആളുകൾക്ക് മോശം കിട്ടിയേ കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് അച്ഛൻ്റെ കാര്യം പറയാനുണ്ടോ? അതുകൊണ്ട് അത് നീ പേടിക്കണ്ട. എൻ്റെ അച്ഛന് എല്ലാവിധ പിന്നെ പാപങ്ങളും ചേർന്ന് പിന്നെ സുഖങ്ങളും കിട്ടുന്നതായിരിക്കും. പിന്നെ പറഞ്ഞു, ബ്രഹ്മാവിനെ വിളിച്ച് പറഞ്ഞു, പിന്നെ ബ്രഹ്മാവെ ഇങ്ങനത്തെ വരങ്ങളൊന്നും കൊടുക്കരുത് കേട്ടോ. എന്താണ് അധീനാം അമൃതം ഭക്ഷണം. പാമ്പുകൾക്കൊക്കെ പാല് കൊടുത്താൽ എന്താണ് അത് നമുക്ക് പാല് തരുമ്പോൾ അമൃത് തരുമ്പോൾ അവിടുത്തെ തരുള്ളൂ, ഉള്ളതല്ലേ. ഈ ദുഷ്ടമാർക്ക് ഇങ്ങനത്തെ വരമൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു നരസിംഹമൂർത്തി. മൈവം വരാസുരാണ് തേ പ്രജേയ പത്മസംഭവ വരക്കൂര നിസർഗാണാം അഭിനാം അമൃതം നഷ്ടം. പാമ്പുകൾക്ക് അമൃത് കൊടുത്താൽ അത് വിഷമേ തിരിച്ചരുത്. ഇതാണ് അതിന് ശേഷം നാരദമഹർഷി പറയാണ്, പിന്നെ അപ്പോഴത്തേക്ക് ആര് വന്നു? നമ്മൾ ശുക്രാചാര്യ വന്നു. ശുക്രാചാര്യ വന്ന് ഭഗവാനെ നമസ്കരിച്ചു. അത് കഴിഞ്ഞ് പ്രഹ്ലാദനെ രാജാവായിട്ട് ഭഗവാൻ തന്നെ അഭിഷേകം കഴിച്ചു. ഈ കഥ പറഞ്ഞു കൊടുത്തു നാരദ മഹർഷി. ഇതൊക്കെ രാജസൂയം യാഗത്തിൽ വെച്ച് പറയുന്ന കഥകളാണ്. അത് കഴിഞ്ഞ് പിന്നെ രാവണനും കുംഭകർണനും ഉണ്ടായി. അടുത്ത ജന്മമാണ് ശിശുപാലനും പിന്നെ പരീക്ഷ എന്ന് പറഞ്ഞാൽ ദന്തവക്രൻ പിന്നെ ഉണ്ടായി. പിന്നെ അതിന് അവരുടെ 3 ജന്മം അതോടെ കഴിഞ്ഞു. ഇതാണ് നരസിംഹത്തിൻ്റെ കഥ എന്ന് പറഞ്ഞു. ഇപ്പം രാജാവ് ചോദിച്ചു, ഈ ശിവനുണ്ടല്ലോ പിന്നെ ത്രിപുരന്മാരെയൊക്കെ കൊന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, അതെങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പം ത്രിപുരന്മാരെന്ന് പറഞ്ഞ 3 അസുരന്മാരുണ്ടായിരുന്നു. അവർ 3 കൊട്ടാരം കെട്ടി, നമ്മുടെ ചുരുക്കി പറയാം, 3 കൊട്ടാരം കെട്ടി. ആ 3 കൊട്ടാരം ഒന്ന് സ്വർണ്ണമാണോ, ഒന്ന് വെള്ളിയാണോ, ഒന്ന് ചെമ്പാണ്. അങ്ങനെ 3 കൊട്ടാരങ്ങൾ. അതിൽ പിന്നെ അവർ മയനാണ് മയൻ പറഞ്ഞ അസുരനാണ് ഉണ്ടാക്കി കൊടുത്തത്. ഈ 3 കൊട്ടാരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവരെ കൊല്ലണമെങ്കിൽ, ഇത് തകർക്കണമെങ്കിൽ ഇത് 3 ഇങ്ങനെ ആകാശത്ത് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഈ ഇന്ത്യ മുഴുവൻ ആകാശത്ത് ഇങ്ങനെ കറങ്ങുകയെന്ന് വിചാരിക്കുക, എന്തായിരിക്കും? അത് ഒരു രേഖയെ വന്നാലും ഒരാൾക്ക് നശിപ്പിക്കാൻ പറ്റുമെന്ന് കൊത്തുപാടല്ലേ. അതുപോലെ ഈ ഇവരുടെ 3 രാജ്യങ്ങൾ ഇങ്ങനെ പുരങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു രേഖയിൽ വന്നാൽ മാത്രമേ പിന്നെ അതിനെ കൊല്ലാൻ സാധിക്കുള്ളൂ. അപ്പോൾ ശിവന് മാത്രമേ കൊല്ലാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത് ശിവപുരാണത്തൊക്കെ വിശ്വസിച്ച് പറയണ്ടായിരുന്നു അദ്ദേഹത്തെ. അപ്പം അതിനു വേണ്ടി എന്ത് ചെയ്തു? ശിവൻ ഇങ്ങനെ നിൽക്കും. അപ്പം ഈ ഒരു വലിയ കുളം ഉണ്ടാക്കിയിട്ട് ഈ യുദ്ധം മരിക്കുന്നവരെല്ലാം ആ അമൃതത്തിൽ കൊണ്ട് മുക്കും. ഇപ്പോൾ ബ്രഹ്മാവും വിഷ്ണുവും കൂടെ വിചാരിച്ചു ഇങ്ങനായി ശരിയാവില്ലല്ലോ. പിന്നെ ബ്രഹ്മാവ് ഒരു വിഷ്ണു ഒരു പശുവായി, ബ്രഹ്മാവ് ഒരു പശുക്കുട്ടിയായിട്ട് വന്നിട്ട് ഈ അമൃത വെള്ളം മുഴുവൻ എടുത്ത് കുടിച്ചു. എന്നിട്ട് അസുരന്മാരെയൊക്കെ കൊല്ലുമ്പോൾ പിന്നെ അവർ തത്തോളുമല്ലോ. പിന്നെ എന്ത് ചെയ്തു? ശിവനാണ് കൊല്ലുന്നത്. ശിവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ അമ്പും വിലുവെടുത്ത് ഒരേ ഇങ്ങനെ കണ്ണിങ്ങനെ അടയ്ക്കാതെ മേടിക്കാതെ മേരുപർവ്വത്തെ പിന്നെ വില്ലാക്കി, വാസുകിയെ ആണാക്കി, മഹാവിഷ്ണുവിനെ അമ്പാക്കി, കടയ്ക്കലാക്കി, തലയ്ക്ക് തെയ്യുമായിട്ട് വളരെ കാലം ഇങ്ങനെ മേപ്പോട്ട് നോക്കി. ഒരു രേഖയിൽ വന്നപ്പോൾ അമ്പായിട്ട്, അപ്പോൾ ആ അമ്പുകൊണ്ട് ആ 3 പേര് ഒന്നിച്ച് തകർന്നു. അങ്ങനെയാണ് ഇതിൽ പുരാരിന് പേര് വന്നത് എന്ന് പറയും. പിന്നെ അപ്പം ആ കഥ എങ്ങനെ പറഞ്ഞു വെച്ചു. ഇനിയും പിന്നെ അടുത്തത് സദാചാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ സദാചാരത്തെക്കുറിച്ച് നമുക്ക് വായിച്ചിട്ടില്ല, നാളെ വായിച്ച്